സന്തോഷത്തിൻ്റെ തുടക്കം ഇവിടുന്നായിരുന്നു. സഹല ഈ വീട്ടിൽ വന്ന ദിവസം ഈ വീട് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. സഹല അള്ളാഹുവെ ഈ വീടിനെ ബറക്കത്തോടെ നിറയ്ക്കണമേ എന്ന് ദുആ ചെയ്തു. നാസിർ, നീ വന്നതോടെ എൻ്റെ ജീവിതം പൂർണ്ണമായി. ഖദീജ ഉമ്മ നാസറിൻ്റെ ഉമ്മയായിരുന്നു. എനിക്ക് നല്ല മരുമകൾ കിട്ടി. ഇനി കുഞ്ഞു മാത്രം ബാക്കി. കുഞ്ഞില്ലാതെ വർഷങ്ങൾ കടന്നുപോയി. കുഞ്ഞുണ്ടായില്ല. ഖദീജ ഉമ്മ കഠിന ശബ്ദം ഉയർത്തി, ഈ വീടിന് അവകാശി വേണം. സഹല കരച്ചിലായിരുന്നു. സഹല കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, നമ്മൾ ഡോക്ടറെ കാണാമല്ലോ. ഖദീജ ഉമ്മ, പ്രശ്നം നിനക്കാണ്. നാസിർ മൗനം പ്രാപിച്ചുകൊണ്ടു നിന്നു. അമ്മ പറയുന്നത് തെറ്റല്ല. സഹലയുടെ ഹൃദയം തകർന്നു. അങ്ങനെ നാസിറിന് സഹലയെ മടുത്തു തുടങ്ങി. ഫോൺ മറയ്ക്കല്, വൈകി വരല്. സഹല, നീ എന്തെങ്കിലും മറക്കുകയാണോ എന്നോട് എന്ന് ചോദിച്ചു. നാസിർ, നിനക്ക് തോന്നുന്നത് മാത്രം. ഒരു ദിവസം സത്യം പറഞ്ഞു, ഞാൻ റീനയെ വിവാഹം ചെയ്യാൻ പോകുന്നു. സഹല, എനിക്ക് എന്താണ് തെറ്റ്? നാസിർ, എനിക്ക് കുഞ്ഞു വേണം. ഉമ്മയുടെ അന്യായം. ഖദീജ ഉമ്മ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ റീനയാണ് പ്രധാന ഭാര്യ. സഹല മിണ്ടാതെ കണ്ണീർ. രാത്രി സഹല ദുആ ചെയ്തു, യാ അല്ലാഹ്, എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു. എന്നെ നീ മാത്രം കൈവിടരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. സഹല വീട് വിട്ട് ചെറിയ ജോലി തുടങ്ങുന്നു. സഹല സ്വതുവേ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് ആരുമില്ല, പക്ഷേ അള്ളാഹു ഉണ്ടല്ലോ. തയ്യൽ, ഹോം ഫുഡ്, ഓൺലൈൻ ബിസിനസ്. അവൾ ഖുർആൻ കേട്ട് ജോലി ചെയ്യുന്നു. സത്യം പുറത്തു വരുന്നു. റീനയ്ക്ക് കുഞ്ഞില്ല. ഡോക്ടറെ കാണുന്നു. ഡോക്ടർ ഫാരിസ്, പ്രശ്നം സ്ത്രീകളിൽ അല്ല, നാസിറിനാണ് ചികിത്സ വേണ്ടത്. ഖദീജ ഉമ്മ, ഇത് സത്യമോ? എല്ലാവരും ഞെട്ടുന്നു. പതിയെ നാസിറിൻ്റെ ബിസിനസ്സിൽ നഷ്ടം വന്നു. വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്തു. സഹല മീൻവയലിലെ വലിയ ഒരു ബിസിനസ് ഉടമയായി. റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം. നാസിർ സഹായം തേടി എത്തുന്നു. നാസിർ, ഞാൻ നിന്നോട് വലിയ അന്യായം ചെയ്തു എന്ന് പറയുന്നു. ഖദീജ ഉമ്മ, മോളെ, ഞങ്ങളെ മാപ്പാക്കണമേ എന്ന് പറഞ്ഞു. സഹല, ഞാൻ നിങ്ങളെ മാപ്പ് ചെയ്തു. കാരണം അള്ളാഹു മാപ്പ് ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. പക്ഷേ സഹല, എൻ്റെ ജീവിതം ഇനി പിന്നോട്ട് പോകില്ല. കുഞ്ഞ് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അതിൻ്റെ പേരിൽ ഒരാളെ തകർക്കുന്നത് വലിയ അന്യായമാണ്. സബർ ചെയ്യുന്നവരെ അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. പ്രിയ ഉമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞ് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അതിൻ്റെ പേരിൽ ഒരാളെ അപമാനിക്കുന്നത് വലിയ അന്യായമാണ്. സബർ, ദുആ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. മനുഷ്യർ കുറ്റം പറഞ്ഞാലും സത്യം അറിയുന്നത് അള്ളാഹു മാത്രമാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. സ്വന്തം വില അറിയുന്ന സ്ത്രീ ഒരിക്കലും തകർന്നടിഞ്ഞ് തിരിച്ചു പോകില്ല. കാരണം അവൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.